അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 6ാം ക്ലാസ്സിലെ താരീഖിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നാം മനസ്സിലാക്കുമ്പോൾ ഒന്നെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു തവണയെങ്കിലും വായിച്ചു നോക്കുക. എങ്ങനെയാണ് എക്സാമിന് ചോദ്യങ്ങൾ വരിക, അതിൻ്റെ മെത്തേഡും സ്ട്രക്ചറും മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് തന്നെ അതൊരു ചോദ്യ രൂപത്തിൽ നമ്മുടെ മൈൻഡിലേക്ക് വരികയും അങ്ങനെ നമ്മളതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് വായിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പിന്നീട് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ നോക്കുമ്പോൾ അതൊന്നുകൂടെ നമുക്ക് ബൈഹാർട്ടാക്കാൻ കഴിയുമെന്നതാണ്. ചെക്ക് ചെയ്യാലോ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിൽ ചോദിച്ചു തന്നെ വരുള്ളൂ എന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് എന്തായാലും പരിചയപ്പെടാം. ഒന്നാമത്തേത് യോജിച്ചവ ചേർക്കാം എന്നാണ്. ഗോത്രക്കാർ അസ്മാ റളിയല്ലാഹു അൻഹ, ഹബീബ ബിൻത് സെയ്ദ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമ്മുൽ ഖൈർ എന്ന സൽമ. ഇങ്ങനെയൊക്കെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താ? ബനു സായിദ. അവിടെ എന്താ കൊടുക്കണ്ടേ? ബനു സായിദ ഗോത്രക്കാർ. 2, ഇസ്ലാമിൻ്റെ 1ാം ഖലീഫ എന്നുള്ള അവിടെ എന്താ കൊടുക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അവിടെ അസ്മാ എന്നവരാണ് സുബൈർ അവ്വാം റളിയല്ലാഹുവിൻ്റെ ഭാര്യ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആരാ? ഉമ്മുൽ ഖൈർ എന്ന സൽമയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മാതാവ് ആരാ? ഹബീബ ബിൻത് സെയ്ദ് എന്നവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. 6ാമത്തെ ചോദ്യം, പ്രതിനിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രതിനിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖലീഫ എന്നാണ്, അല്ലേ? ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പ്രതിനിധി. അപ്പോൾ അവിടെ കൊടുക്കേണ്ട ഖലീഫ എന്നതാണ് കേട്ടോ. 2ാമത്തെ ചോദ്യം, പൂർത്തിയാക്കാം എന്നാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത 4 ഖലീഫമാർക്കാണ്. 2, ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താ? അവരുടെ ക്ഷമയും സഹനവുമാണ്. 3, മിഅ്റാജിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഭരണം നിർവഹിച്ചത് 4 വർഷവും, അവിടെ മാസം ഇതാനാണ് പറഞ്ഞിട്ടുള്ളത്, 9 മാസവും. 5, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധന കാലം എത്ര? 950 വർഷം. ഇനി താഴെ 3ാമത്തെ കൊടുത്തിട്ടുള്ളത് ഉലുൽ അസ്മുകളായിട്ടുള്ള പ്രവാചകന്മാരെ 2 എഴുതാൻ വേണ്ടിയിട്ടാണ്. 2 എഴുതിയാൽ മതി. അതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇങ്ങനെ തുടങ്ങി 5 ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് 2 മാത്രം എഴുതിയാൽ മതി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ഉണ്ട്, അപ്പോഴേ 5 ആവുള്ളൂ. 2, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്ത ഭാര്യമാർ ആരൊക്കെ? ആകെ 2 ഉള്ളൂ. അത് 2 ചോദിച്ചിട്ടുള്ളത്. 1, ഖുതൈലത്തു ബിൻതു അബ്ദിൽ ഉസ്സ. 2, ഉമ്മു റുമാൻ ബിൻതു ആമിർ. 3ാമത്തെ ചോദ്യം, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മക്കയിൽ വെച്ചുള്ള ഭാര്യമാർ ആരൊക്കെ? ഖുതൈലത്ത് ബിൻതു അബ്ദിൽ ഉസ്സയും ഉമ്മു റുമാൻ ബിൻതു ആമിർ എന്ന് പറയുന്ന മഹദിയും. ഇപ്പോൾ 2 ഭാര്യമാർ കേട്ടോ, പേര് മറക്കരുത്. ഖുതൈലത്ത് ബിൻതു അബ്ദിൽ ഉസ്സ, ഉമ്മു റുമാൻ ബിൻതു ആമിർ. 3, കള്ളപ്രവാചകന്മാർ ആരൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ളപ്രവാചകന്മാരുടെ അരങ്ങേറ്റമായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിന് ഏറ്റവും വലിയ ക്ഷീണമായത്. അപ്പോൾ അതിൽ മുസൈലിമത്തുൽ കദ്ദാബ്, പിന്നെ അസ്വദുൽ അനസി എന്ന് പറയുന്ന ആളൊക്കെ ഉണ്ട്. ഒന്നും കൂടി സിമ്പിളായിട്ടുള്ള പേര് നോക്കാം, സജാഹ്. മുസൈലിമത്തുൽ കദ്ദാബും സജാഹും. ഇനി 4ാമത്തെ ചോദ്യം ഉത്തരം എഴുതാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിൽ ഒറ്റൊന്ന് എഴുതിയാൽ മതി. നമ്രുദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിച്ചെറിഞ്ഞു. സ്വന്തം മകനായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുത്ത് കളയാൻ നിർദ്ദേശം ലഭിച്ചു, ഇല്ലേ? ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ തന്നെ മതി. ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെ? ഹിജ്റ വർഷം 11 മുതൽ ഹിജ്റ വർഷം 40 വരെയാണ് ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലം. ഹിജ്റ വർഷം 11 മുതൽ 40 വരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എവിടെ വെച്ച് എന്നായിരുന്നു? ക്രിസ്താബ്ദം 573 ആനക്കലഹ സംഭവത്തിൻ്റെ 3ാമത്തെ കൊല്ലം എവിടെ വെച്ച്? മക്കയിൽ. ക്രിസ്താബ്ദം 573 ആനക്കലഹ സംഭവത്തിൻ്റെ 3ാം കൊല്ലം മക്കയിൽ വെച്ചായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ യോഗം ചേർന്നത് എന്തിനായിരുന്നു? അന്ന് ചേർന്നല്ലോ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പാഠത്തിൽ. എന്തിനാ യോഗം ചേർന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്ന് തീരുമാനിക്കാൻ
ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ യോഗം ചേർന്നു. ചിലപ്പോൾ ചോദ്യം തിരിച്ചും വരും. നബിതങ്ങൾക്ക് ശേഷം ആരാണ് ഭരണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ എവിടെയായിരുന്നു അവർ ഒരുമിച്ച് കൂടിയത്? അപ്പോൾ ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ എന്ന് എഴുതണം കേട്ടോ. 5. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയ ശേഷം ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത് ആദ്യം ചെയ്തത്. കാരണം അത് നബി തങ്ങൾ തുടങ്ങി വെച്ചതായിരുന്നു, അത് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി 5-മത്തേത് പൂരിപ്പിക്കാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ശേഷം ജീവിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും. അപ്പോൾ എൻ്റെ ചര്യയും സന്മാർഗം സിദ്ധിച്ചവരായ ഖുലഫാ ഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. അത് മുഴുവനും പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇതേപോലെ തന്നെ വരണമെന്നില്ല. ഓക്കെ, സ്റ്റഡി വെൽ ആൻഡ്